എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെയും അതുപോലെ ഒരുപാട് ഇഷ്ടത്തോടെയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നാട്ടിലോട്ട് പോകുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് നാട്ടിലോട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും കുറേ വീഡിയോസൊക്കെ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ആണെങ്കിൽ എടുക്കാനാണെങ്കിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ചൊക്കെ ആണെങ്കിൽ എടുത്ത വീഡിയോസൊക്കെ ആണെങ്കിൽ കൂട്ടി കൂട്ടിച്ചേർത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വിചാരിച്ചു. നാളെ ഇത് ഞങ്ങൾക്ക് ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കുമല്ലോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വെയിറ്റിംഗ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കുറേ തന്നെയൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ കുറേ ലോങ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോഴത്തേന് സമയം പോകുന്ന അറിയത്തില്ല. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ കൂടി ഇരിക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. പക്ഷേ തിരിച്ചാണെങ്കിൽ നമുക്ക് വരുന്ന സമയം ഈ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയം ഭയങ്കര വിഷമമുള്ള സമയമല്ലേ. എത്ര കൂടുതൽ സമയം ഇരിക്കുന്നോ അത്രയും വിഷമങ്ങൾ നമുക്ക് കൂടും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നാട്ടിലെത്തുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇതൊക്കെ മറന്നു പോകും. എത്ര സമയം ഇരിക്കണമെന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോകും. ഞങ്ങളുടെ ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമിലായിരുന്നു. ഞങ്ങൾ ഓൺ വോയിസ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ വീണ്ടും വോയിസ് കൊടുത്തത്. കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റ് ആയത് കാരണം കൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്കാണെങ്കിൽ ചെക്കിനൊക്കെ ചെയ്യാൻ പറ്റി. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല സുരക്ഷിതമായിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫ്ലൈറ്റിൽ കയറുന്നത്. ഫ്ലൈറ്റിലാണെങ്കിൽ അങ്ങോട്ട് പോയി ഞാൻ പറയുന്നില്ലേ, അങ്ങോട്ട് പോകുമ്പോൾ കയറുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു സെയിം സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിലും അതത്ര സുഖമുള്ള ഒരു ഏർപ്പാടേ അല്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണെങ്കിൽ നൂഡിൽസാണ് മേടിച്ചത് കേട്ടോ. ഫുഡ് നമുക്കാണെങ്കിൽ ടിക്കറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളാണെങ്കിൽ ഫുഡ് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കപ്പ് നൂഡിൽസിനാണെങ്കിൽ 15 ദിർഹമാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു 15 ദിർഹമാണ് വരുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഒരു കോഫിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തലവേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കോഫി ആണെങ്കിൽ മേടിച്ചു. അങ്ങനെ നൂഡിൽസും കോഫിയൊക്കെ കഴിച്ചു. നൂഡിൽസ് ആണെങ്കിൽ കപ്പ് നൂഡിൽസ്, പക്ഷേ നല്ല നൂഡിൽസായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിലും യാത്രയൊക്കെ നല്ല സുരക്ഷിതമായിട്ടും നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റി. അപ്പം ഞാനും ഏവലും ഒരു സീറ്റിലാണ്, ഒരു അടുത്തടുത്താണ് ഇരുന്നത്. ഞാനും മോളും ആണെങ്കിൽ അവർ രണ്ടുപേരും ഞങ്ങളുടെ ബാക്കിലെ സീറ്റിലാണ് ഇരുന്നത് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻജുവിനാണെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടി. പിന്നെ ഏജാണെങ്കിൽ മിഡിൽ സീറ്റായിരുന്നു. എനിക്കാണെങ്കിലും ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയായിരുന്നു. പക്ഷെ അങ്ങോട്ടാണെങ്കിൽ പോയപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. പിന്നെ തൊട്ട പുറയിലും ഫ്രണ്ടിലും ബൈക്കിലായതുകൊണ്ട് ഒത്തിരിയും ദൂരമല്ല. പിന്നെ നമ്മളൊരു ഫ്ലൈറ്റിലല്ലേ, പിന്നെ നാട്ടിലോട്ട് എത്തുമല്ലേ, അതൊക്കെ ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് യാത്രയൊക്കെ തിരിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഏബിളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് അവനെ കൂട്ടിയില്ലെന്ന് വേണ്ട ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അവനെ കൂടെ കൂട്ടിയെടുത്തപ്പോഴാണ് അവനൊരു സമാധാനമായത് കേട്ടോ. ജസ്റ്റ് ചുമ്മാ വീഡിയോ ഇങ്ങനെ എടുത്ത സമയത്ത് അങ്ങനെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. പിന്നെ രാവിലെ ആണെങ്കിൽ എത്തിയപ്പോഴത്തേനാണെങ്കിൽ രാവിലെ ആയപ്പോഴത്തേനാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ലാൻഡായത്. പിന്നെ ഇതാണെങ്കിൽ ഏഞ്ചു എടുത്ത കുറച്ച് വീഡിയോസാണേ. നല്ല നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ല ഇത് കാണാൻ. അവളാണെങ്കിൽ ആ വിൻഡോയിലോട് ചേർത്ത് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ആ മേഘങ്ങളിലൂടെ ആണെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഒരു നല്ല വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴുള്ളതാണെങ്കിൽ വീഡിയോസാണ് ഇത്. പിന്നീടാണെങ്കിൽ രാവിലെയൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ഉറക്കമൊക്കെ ഉണർന്ന് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ലാൻഡായി. ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിലെത്തി. പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്. ശരിക്കും പണ്ട് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് ആന്ധ്രയിലാണ്. അപ്പം നമ്മൾ ലീവിനൊക്കെ നാട്ടിലോട്ട് വരുമ്പോഴത്തേന് നമ്മളുടെ ആ കേരളത്തിൻ്റെ ആ ഒരു നാട്ടിലെ ഒരു ബോർഡ് കാണുമ്പോൾ എന്തോ സന്തോഷമാണെന്നറിയാമോ. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് 8ൻ്റെ ആണോ 18ൻ്റെ പണിയാണോ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ പണിയായിരുന്നു. എല്ലാം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അത്
ഒരു വട്ടം തൂത്തു, 2 വട്ടം തൂത്തു. തൂത്താലും മതിയാകാത്ത പോലെ അതുപോലെ പൊടിയായിരുന്നു. കുറേ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഒരു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും അതുപോലെ ആണെങ്കിൽ സോഫയുടെ പുറത്തും എല്ലാം ആണെങ്കിൽ നമ്മളാണെങ്കിൽ പിന്നെ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, പഴയ ബെഡ്ഷീറ്റുകളാണെങ്കിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ മതി. ആ ഒരു സോഫയും ബെഡും അങ്ങനെയൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഒരു റൂം ഭയങ്കര പിന്നെ പൊടിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ മുകളിലത്തെ നില ഇങ്ങനെ പണിയുന്നുണ്ടായിരുന്നു, റൂം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ആണെങ്കിൽ ഇങ്ങനെ മേളിലോട്ട് കയറാൻ വേണ്ടി അവരത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ആ ഒരു റൂമിൻ്റെ ആണെങ്കിൽ ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടാണ് അവർ മേളിലോട്ട് കയറിയത്. അപ്പം പിന്നെ അത് മാത്രമല്ല അവിടെ എന്തോ കറണ്ടൊക്കെ എടുക്കാൻ വേണ്ടി എന്തോ പൊട്ടിക്കുകയോ ഏതാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു കട്ടിലൊക്കെ കണ്ടോ, എന്തുമാത്രം പൊടിയായിരുന്നു. അപ്പം ഈ ജനൽ ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പം അത്ര തോന്നുന്നില്ല എനിക്ക്. പക്ഷേ ആ ഒരു ജനലിലൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് തൂത്തെടുത്തിട്ട് പിന്നെ അതെല്ലാം ആണെങ്കിൽ തുടച്ചെടുക്കുമായിരുന്നു. എല്ലാവരും കൂടെ ഒരുപോലെ നിന്ന് 1 ബൈ 1 ആയിട്ടാണെങ്കിൽ ക്ലീനിങ് ആണെങ്കിൽ ചെയ്തത് കാരണം കൊണ്ടാണ് പിന്നെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയത്. എന്നിരുന്നാലും ഒരു ദിവസം കൊണ്ടൊന്നും ഈ ഒരു ക്ലീനിങ് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടയേർഡായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനാണെങ്കിൽ വന്ന അന്നേരം തൊട്ട് ഞങ്ങളൊരു എത്ര മണിയായപ്പോൾ, ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. ആ സമയം തൊട്ടേ നമ്മൾ ക്ലീനിങ് തുടങ്ങിയതാണേ. ശരിക്കും ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നേ. ഫുഡ് പോലും കഴിക്കാതെ ശരിക്കും നമ്മുടെ കയ്യിലാണെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളമാണെങ്കിൽ കുടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്ലീനിങ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആണെങ്കിൽ ഇത് ഫുള്ള് ക്ലീനൊക്കെ ചെയ്ത് വൈകുന്നേരമായി എല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് ഒതുക്കി വെച്ചപ്പോഴത്തേന് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നെ ആണെങ്കിൽ വൈകിട്ട് തട്ടുകടയിൽ പോയിട്ട് അങ്ങനെ ദോശയും അതുപോലെ തന്നെ ഓംപ്ലേറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനാണെങ്കിൽ ഫുഡാണെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പം പോയാലും ഫുഡ് കിട്ടും. പക്ഷേ നാട്ടിലാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴത്തേനാണെങ്കിൽ കടയൊക്കെ അടയ്ക്കുമല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങളാണെങ്കിൽ പിന്നെ ചെന്നപ്പോഴത്തേന് തട്ടുകടയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ദോശയും ഓംപ്ലേറ്റും നല്ല ചെറിയ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഞങ്ങൾ കുടിച്ചത്. അങ്ങനെ തന്നെ ഒരുമാതിരിയൊക്കെ ഒന്ന് തൂത്തുവാരി എന്ന് പറയാം, ക്ലീൻ ചെയ്തു. ബാക്കി ഇതെല്ലാം തന്നെ കണ്ടോ ഓരോന്നോരോന്ന് ഒതുക്കി പറക്കി വെക്കാനുണ്ട്. ഓരോന്നാണെങ്കിൽ ഒതുക്കി കണ്ട് ഇത് നമ്മുടെ ദേവനാണ്. അവിടെ ഇവിടെ എല്ലാം പോയിട്ടാണെങ്കിൽ വീഡിയോ എടുത്ത് നടക്കുന്നത്. അപ്പം ഞങ്ങളാണെങ്കിൽ അവിടെ ആ റൂമാണ് ഏറ്റവും കൂടുതലാണെങ്കിൽ വൃത്തികേടായിട്ട് കിടന്നതും പൊടികൾ കൂടുതലുണ്ടായിരുന്ന ആ റൂമിലാണ്. അപ്പോൾ ഞങ്ങളത് 3 പേരും കൂടെ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഏബിൾ പറഞ്ഞു, ഞാനാണെങ്കിൽ അവൻ എന്തൊക്കെയോ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് TV വെച്ചിട്ടുണ്ട്. TVയുടെ സൗണ്ട് ആണെങ്കിൽ കേൾക്കുന്നത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്തത്, വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അവൻ പക്ഷെ നന്നായിട്ടാണെങ്കിൽ അതിനകത്തെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, എല്ലാം നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം മമ്മി ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ കൊടുത്തതും. പിന്നെ പൊടിയാണ് കൂടുതൽ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൂത്തുവാരാതെ നമുക്കിവിടെ കിടക്കാൻ പറ്റില്ല, അതുപോലെ പൊടികളായിരുന്നു. പ്രത്യേകിച്ച് പണികൾ നടന്നത് കൊണ്ടായിരിക്കാം ഇതുപോലെ ഒരുപാട് പൊടികൾ വന്നത്. പിന്നെ ആ മുകളിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മുകളിലോട്ട് കയറി പോകാൻ പേടിയായിട്ടായിരിക്കും കുറച്ചിങ്ങനെ കയറിയിട്ട് ഇറങ്ങി പോന്നു. കാരണം ഞങ്ങളെല്ലാം താഴെയല്ലേ നിന്നിരുന്നേ. കിച്ചണിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് പാദമൊക്കെ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. തറയൊക്കെ ആണെങ്കിലും ഒന്ന് തൂത്തുവാരിയതേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസമാണ് എല്ലാം തുടച്ചൊക്കെ എടുത്തത്. അത് സ്റ്റോർ റൂമൊക്കെ ആണെങ്കിൽ ഫുൾ അടുക്കി വെക്കാനുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്തത്. പിന്നെ ചൂലും അതുപോലെ എല്ലാം ആണെങ്കിൽ എല്ലാം മേടിച്ചായിരുന്നു കേട്ടോ വീണ്ടും ആണെങ്കിൽ. കാരണം വീട്ടിൽ ഇരിക്കുന്ന ചൂലുകളൊക്കെ ആണെങ്കിൽ എല്ലാം അഴുക്കായി പോയായിരുന്നു. അങ്ങനെ ചൂലൊക്കെ വീണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. അതുപോലെയാണെങ്കിൽ ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നത് കാരണം കൊണ്ട്, ഒരുപാട് പണികൾ ഇങ്ങനെ കിടക്കുന്നത് കാരണം കൊണ്ട് ആദ്യം നമ്മളാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ചെന്നിങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് പണികൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആകെ പാടെയാണെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് നമുക്ക് കൺഫ്യൂഷനല്ലേ.
അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആദ്യം. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് തോന്നി. പിന്നെ നമ്മൾ ഇപ്പം ഇന്നാണെങ്കിൽ ഇപ്പം ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്നാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു. അപ്പോൾ അന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണമെന്ന് നിർബന്ധമില്ലാതെ ചെയ്തത് കാരണം കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഓരോ പിന്നെ റൂമിലൊക്കെ ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് കുറച്ചേറെ സമയമെടുത്തത്. കിച്ചണൊക്കെ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് പാചകം ചെയ്യാൻ പരുവത്തിനാക്കി വന്നപ്പോഴത്തേന് കുറച്ച് സമയമെടുത്തു. അത് കാരണം കൊണ്ട് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ എടുക്കണം, എല്ലാം ആണെങ്കിൽ ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പ്ലാനുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് എല്ലാ പ്ലാനും ആണെങ്കിൽ മാറിയിട്ടാണെങ്കിൽ നല്ല തിരക്കിലായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നത്. എങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോയതെന്ന് അറിയത്തില്ല. പിന്നെ മഴയും, പിന്നെ കുറേയൊക്കെ നമ്മൾ വീഡിയോസ് ആണെങ്കിൽ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ആണെങ്കിലും മഴയൊക്കെ ആണെങ്കിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ റൂമിലാണെങ്കിൽ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു അന്ന്, എല്ലാം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഹാളിലാണ് പിന്നെ ഷീറ്റൊക്കെ വിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ആണെങ്കിൽ ഹാളിൽ കിടന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയത് അറിഞ്ഞേയില്ല. അത്രയ്ക്ക് ക്ഷീണത്തോടാണ് ഉറങ്ങിയത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.